17ഓളം അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നാഷണൽ ലെവലിൽ ഇന്ത്യയിലെ ടോപ്പ് സയന്റിസ്റ്റുകളുടെ കൂട്ടത്തിൽ നോക്കുന്ന സമയത്ത് 17ഓളം നാഷണൽ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 200ഓളം സയന്റിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. 200ഓളം സയന്റിസ്റ്റുകൾ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അങ്ങനെയുള്ള വലിയൊരു പേഴ്സണാലിറ്റിയുടെ അനുഭവവും അതേപോലെ തന്നെ അറിവുമാണ് എലമെന്റ്സ് വെൽനസ് എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ. അപ്പൊ ശരിക്കും ആ ഒരു വ്യക്തിയിൽ അയാളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് ഓരോ പ്രൊഡക്റ്റുകളായിട്ട് മാസം തോറും എന്നുള്ള രീതിയിൽ. കഴിഞ്ഞ മാസവും നമുക്ക് പുതിയ പ്രൊഡക്റ്റ് വന്നു, മുരിങ്ങയും അതേപോലെ തന്നെ വൈറ്റമിൻ സി, ഹെർബൽ ആന്റാസിഡ്, ആയുർവേദ്, ഇങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റുകൾ 3-4 വന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4 പ്രൊഡക്റ്റുകൾ നമുക്ക് വന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് വലിയൊരു ട്രെയിനിങ് നമുക്ക് ഇത് തന്നെ ഫുൾ ആൻഡ് ഈസി എന്നുള്ളതാണ്. ഫുൾ ആൻഡ് ഈസി എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ശരിക്കും കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള പ്രശ്നത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റ് ആണ് ഫുൾ ആൻഡ് ഈസി. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം എന്നുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് ഫുൾ ആൻഡ് ഈസി. ശരിക്ക് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ആ ഒരു പ്രശ്നം അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പം മെയിൻ ആയിട്ട് അതിന്റെ ലക്ഷണങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു വ്യക്തി ടോയ്ലറ്റിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് എങ്കിൽ, ടൈമിംഗ് എന്നുള്ള ഒരു പ്രശ്നം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷന്റെ ഒരു ലക്ഷണമാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറെ ആളുകളെ നമ്മൾക്കറിയാം, ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ടൈമിംഗ് ഒരുപാട് എടുക്കുന്നുണ്ട് എങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാരണമാണ്. ഓക്കെ. ഇനി ചില ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇറഗുലർ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സമയം എന്നുള്ളതല്ല, ഏത് സമയത്തും അല്ലെങ്കിൽ എന്താണ് ഈ ടോയ്ലറ്റ് സിൻഡ്രോം എന്നുള്ളൊരു പ്രശ്നം വരിക, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോകണം, ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ ആണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ വളരെ ഹാർഡായിട്ട് എന്താണ് പോകുന്നു, അതല്ലെങ്കിൽ വലിയ പ്രഷർ ഇടേണ്ട അല്ലെങ്കിൽ ചെലുത്തേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ കോൺസ്റ്റിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ് ഫുൾ ആൻഡ് ഈസി എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റീസൺസ് പറയുന്നത്, എഴുതാൻ പറ്റുന്നവർ എഴുതാം കേട്ടോ. ഇതിന്റെ റീസൺസ് അതുകൊണ്ട് ഞാൻ പതുക്കെ പറയുന്നത്. അതായത് കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇംപ്രോപ്പർ ഡൈജഷൻ ആണ് ഇതിൽ ഈ ഒരു കോൺസ്റ്റിപ്പേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോപ്പർ ദഹനം, കറക്റ്റായിട്ട് നമുക്ക് ദഹനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് ഭംഗിയായിട്ട് നടക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, അത് കോൺസ്റ്റിപ്പേഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ആ ഒരു ഇതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇംപ്രോപ്പർ ഡയറ്റ്. ഒന്നാമത് ഇംപ്രോപ്പർ ഡൈജഷൻ ആണ്, എന്നാൽ രണ്ടാമത്തത് ഇംപ്രോപ്പർ ഡയറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഒരുപാട് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ ഡയറ്റ് അല്ലല്ലോ അത്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് എങ്കിൽ അതും എന്ത് ചെയ്യും, കോൺസ്റ്റിപ്പേഷനിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ. ഇനി അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഇംപ്രോപ്പർ ഡൈജഷൻ ആണ്, രണ്ടാമത് ഇംപ്രോപ്പർ ഡയറ്റ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ഡയറ്റ് അല്ല എങ്കിൽ ഓക്കെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. മൂന്നാമത്തെ ഒരു കാര്യമാണ് എന്താണ്, ലോ ഫൈബർ കൺസംഷൻ. ലോ ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകൾ കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾ, ലോ ഫൈബർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഫൈബർ കണ്ടന്റ് കുറഞ്ഞാലും
എന്ത് ചെയ്യും? കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അപ്പൊ ഈ നാരുകൾ എവിടുന്ന് കിട്ടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പച്ചക്കറികളിൽ നിന്ന് മാത്രമേ നമുക്ക് ഫൈബർ കിട്ടുള്ളൂ. അപ്പൊ പച്ചക്കറിയുടെ ഉപയോഗം കുറവുള്ള ആളുകൾക്കാണെങ്കിൽ എന്ത് ചെയ്യും? അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഓക്കെ, അനി ഈ 3 കാരണങ്ങൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. 4ാമത്തെ ഒരു കാരണമാണ് ലോ ഇൻടേക്ക് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ശരീരത്തിൽ ആവശ്യമുള്ള റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒരു ദിവസം എടുക്കുന്നില്ല എങ്കിലും, അയാൾ കഴിക്കുന്നില്ല എങ്കിലും, അയാൾ കുടിക്കുന്നില്ല എങ്കിലും എന്ത് ചെയ്യും? ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? സ്ട്രെസ് കൂടിക്കഴിഞ്ഞാലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പൊ സ്ട്രെസ് കൂടുതലുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും ഇപ്പൊ ഞാൻ ഒന്ന് പ്രോപ്പർ ഡൈജഷൻ ഇല്ലാതെ വരുന്നു, അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ ഫൈബർ കുറവുള്ള ഫുഡുകളാണ് കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലോ ഫൈബർ കൺസംഷൻ, അതേപോലെ തന്നെ വെള്ളം പ്രോപ്പർ ആയിട്ട് കുടിക്കുന്നില്ല എങ്കിലും, സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ പോലും ഒക്കെ ഒരാൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ലീപ്പ് എഫക്ട്, ശരിയായ രീതിയിൽ ഒരു ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നില്ല. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മെന്റൽ സ്ട്രെസ് എപ്പോഴും ഉണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളിൽ വരുന്നതാണ്. ഇനി ഇതെല്ലാം ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും അത് പൈൽസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പൊ പൈൽസിലേക്ക് ലീഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ പൈൽസിലേക്ക് എത്താൻ പോകുന്ന ആ അവസ്ഥകളെ അതിന് മുൻപേ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫുൾ ആൻഡ് ഈസി എന്നുള്ളൊരു പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ത്രിഫലയും അതേപോലെ നിഷോദ് ഇങ്ങനെയുള്ള കുറെ കണ്ടന്റുകൾ, അതൊന്നും ഡീറ്റെയിൽ ഇത് ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 15 വയസ്സിന് മുകളിലേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, എന്ത് ചെയ്യാം? ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഇതൊരു സാഷയാണ്. ഓക്കെ, അപ്പൊ അത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ സാഷയിലുള്ള പൗഡർ നമ്മൾ വായിലേക്ക് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്ക് വെള്ളം എടുത്ത് അല്ലെങ്കിൽ വെള്ളം കൂടി കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്കത് അകത്തേക്ക് ഇറക്കാം. അതല്ലെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ഇറക്കാം. ഇനി ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കഴിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാല്, ഭക്ഷണം കിടക്കുന്നതിന്, അതായത് കിടക്കാൻ പോകുന്നതിന് ഒരു 1.5 മണിക്കൂർ മുൻപേ എങ്കിലും എന്ത് ചെയ്യണം? ഇതെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെയാണ് ആയുർവേദ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ കുറവാണ്. എന്നാൽ പോലും ഭക്ഷണം കഴിച്ചതിന് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് ഒരു 1.5 മണിക്കൂർ മുൻപേ എങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 1.5 മണിക്കൂർ മുൻപേ ആണ് ഇത് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് കൊടുക്കാൻ പാടില്ലാത്ത ആളുകൾ, ഈ പ്രൊഡക്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ലാത്ത ആളുകളുണ്ട്. അതിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, പ്രഗ്നൻസി ഉള്ള ആളുകൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ലാക്ടേറ്റിംഗ് മദേഴ്സ്, മുലയൂട്ടുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഹെവി അൾസർ, സിവിയർ അൾസർ ഉള്ള ആളുകൾ, ഹെവി അൾസർ ഉള്ള ആളുകൾക്കാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അൾസർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിവഗെയിനൊക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? ലിവഗെയിനോ പ്രോബയോട്ടിക്കോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള
സപ്ലിമെന്റുകൾ കൊടുത്ത് അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് കൊടുക്കാം. അല്ലാതെ ഹെവി അൾസർ ഉള്ള ആളുകൾ, നമ്മൾ അൾസർ ഉള്ള ആളുകൾക്ക് ഡെയിലി ഡീറ്റോക്സ് കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ ട്രെയിനിങ്ങിൽ പറയാറുണ്ട്. അതൊന്നുകൂടി ഒന്ന് അധികരിക്കാൻ അല്ലെങ്കിൽ കൂട്ടാൻ അത് എന്ത് ചെയ്യും, അത് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഡെയിലി ഡീറ്റോക്സ് ഒക്കെ ഗ്യാസ് ഉള്ള അൾസർ ഉള്ള ആളുകൾക്ക് കൊടുക്കരുതെന്ന് പറയുന്നത്. അതേപോലെയാണ് നമ്മൾ അൾസർ പ്രശ്നങ്ങളുള്ള അതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റും നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് സിവിയർ പൈൽസ്, അതായത് പൈൽസ് ആയി അങ്ങനെയുള്ള ആളുകൾക്കും എന്താണ് ഇത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഓപ്പറേഷൻ ഒക്കെ പറയുന്ന സൈസ് പൈൽസിന്റെ ഒക്കെ 4th സ്റ്റേജിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ആളുകൾക്കൊന്നും ഇത് കൊടുക്കരുത് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫുൾ ആൻഡ് ഈസി എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ്.